ഹായ് ജെ ആസ്പിരൻസ്, നമ്മുടെ രണ്ടാമത്തെ GAB വരാൻ പോവാണ് അല്ലേ. സെപ്റ്റംബർ 1 നമ്മുടെ സെക്കൻഡ് GAB വരുന്നത്. വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെയാണ് GABയുടെ ടൈമിംഗ്. ഇത്തവണ പക്ഷേ ചെറിയൊരു വ്യത്യാസമുള്ളത്, സൈലം വെബ്സൈറ്റിലൂടെ ആയിരിക്കും നിങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ടാവുക. അപ്പോൾ ഇതുവരെയായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ പരീക്ഷ എഴുതാനും നിങ്ങളൊരു ഓൾ കേരള റാങ്ക് അറിയാനൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മളൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. 10 ലക്ഷത്തിലധികം കുട്ടികളോടാണ് നമ്മൾ മാറ്റിവെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, എവിടെയാണ് നമ്മുടെ പൊസിഷൻ എന്നൊക്കെ നമ്മൾ അറിഞ്ഞാലാണ് ഇനി ഏത് രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് GABകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നമ്പർ വാട്സപ്പ് എനേബിൾഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം. കാരണം പരീക്ഷയ്ക്ക് 2 ദിവസം മുമ്പാണ് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് ലഭിക്കുക. ആ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലും അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൽ ID-യിലേക്കുമായിരിക്കും സെൻഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് വാട്സപ്പ് എനേബിൾഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം. ഇനി പരീക്ഷ നിങ്ങൾ സൈലം വെബ്സൈറ്റിലൂടെയാണ് എഴുതുക എന്ന് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവിടെ അന്ന് രാത്രി തന്നെ, അതായത് നമ്മുടെ പരീക്ഷ സെപ്റ്റംബർ 1 സെപ്റ്റംബർ 1 വൈകിട്ട് 7 മണിക്ക് ആൻസർ കീ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 3 ആയിരിക്കും നിങ്ങൾ കാത്തിരിക്കുന്ന GABയുടെ റിസൾട്ട് വരിക. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.